ഇത് ശ്രീ പനക്കത്തോടിൽ ദേവീക്ഷേത്രം. ദക്ഷിണ കേരളത്തിലെ പ്രശസ്തമായ ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് പനക്കത്തോടിൽ ദേവീക്ഷേത്രം. അനുഗ്രഹവർഷിണിയും മുക്തിപ്രദായിനിയുമായ പനക്കത്തോടിൽ ഭഗവതി ശ്രീ ദുർഗാദേവി ആരാധനാമൂർത്തിയായി ഇതിനെ കുടികൊള്ളുന്നു. കൊല്ലം ജില്ലയിലെ തെക്കുംഭാഗം പഞ്ചായത്തിലാണ് പനക്കത്തോടിൽ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അഷ്ടമുടി കായലിനാൽ ചുറ്റപ്പെട്ട മനോഹരമായ ഒരു ഗ്രാമമാണ് പനക്കത്തോടിൽ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന തെക്കുംഭാഗം. പനക്കത്തോടിൽ ദേവീക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ആധികാരികമായ ചരിത്രരേഖകളൊന്നും ഇപ്പോൾ ലഭ്യമല്ല. ക്ഷേത്രം നിലകൊള്ളുന്ന ഗ്രാമം പുരാതന കാലത്ത് ജനവാസം തീരെ കുറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. ഒരിക്കൽ ദേശാന്തരിയായി ചുറ്റിത്തിരിഞ്ഞ ഒരു നമ്പൂതിരി യുവാവ് തന്റെ യാത്രക്കിടെ ഈ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. തച്ചുശാസ്ത്രത്തിൽ അതിനിപുണനായിരുന്ന കോയിപ്പുറത്ത് നമ്പീശനാചാരി എന്നൊരാളെ നമ്പൂതിരി യുവാവ് ഈ ഗ്രാമത്തിൽ കണ്ടുമുട്ടുകയും അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് അവർ സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ നമ്പീശനാചാരി നിർമ്മിച്ച ആരൂഢത്തിൽ ഭദ്രകാളി പ്രതിഷ്ഠ നിർവഹിച്ച് നമ്പൂതിരി ശാന്തിക്കാരനായി അവിടെ കഴിഞ്ഞുവെന്നാണ് പറയപ്പെടുന്നത്. ഭദ്രകാളി ക്ഷേത്രമായി ഏറെക്കാലം തുടർന്നു പോകവേ വടക്കേടത്ത് മഠക്കാരാണ് ഭദ്രകാളി ദേവിയെ മാറ്റി ശ്രീകോവിലിൽ ദുർഗാദേവിയെ പ്രതിഷ്ഠിച്ചതെന്ന് പറയപ്പെടുന്നു. ദുർഗാദേവിയുടെ ശ്രീകോവിലിൽ ഇപ്പോഴും ഭദ്രകാളിയുടെ ക്ഷേത്രപാലികമാരാണ് ഉള്ളത്. പനക്കത്തോടിൽ ദേവീക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായ നന്ദാവനം പനക്കൽ തൊടി എന്നാണ് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത്. പനക്കൽ തൊടി എന്ന പേര് ഗ്രാമ്യഭാഷയിൽ പനക്കത്തോടിൽ എന്നായി മാറുകയായിരുന്നു. ആദ്യകാലങ്ങളിൽ ഭദ്രകാളി ദേവി ക്ഷേത്രമായിരുന്ന പനക്കത്തോടിൽ ദേവീക്ഷേത്രത്തിൽ ദുർഗാദേവിയുടെ പ്രതിഷ്ഠ വരുന്നതിന് ഒരു ഐതിഹ്യമുണ്ട്. ശതാബ്ദങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ഈ ഐതിഹ്യം. ഒരു പാണൻ കാളിക്കടവിൽ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു തൂശനിലയിൽ കുറെ തെറ്റിപ്പൂവും പച്ചരിയും ഒഴുകി വരുന്നത് കണ്ടു. വഴിയെ ഒരു ദിവ്യരൂപം പാണന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും നീ എനിക്ക് പനക്കത്തോടിലേക്ക് വഴി കാണിക്കൂ എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പാണൻ അനുസരണയോടെ മുമ്പേ നടന്ന് ആ ദിവ്യസ്ത്രീ രൂപത്തെ ക്ഷേത്രത്തിലെത്തിച്ചു. ആ സമയത്ത് പ്രദേശത്തെ മുത്തോലിൽ കുടുംബക്കാരനവർ അവിടെ നിന്നിരുന്നു. പാണനെ തിരിച്ചയക്കാൻ ആ ദിവ്യസ്ത്രീ കാരണവരോട് പറയുകയും കയ്യിലിരുന്ന വടി അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. ഞാൻ ഇന്നു മുതൽ ഈ ക്ഷേത്രത്തിലിരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ആ ദിവ്യ ജ്യോതിസ് അവിടെയുണ്ടായിരുന്ന പഴയ ക്ഷേത്രത്തിലേക്ക് കയറിപ്പോയി. അന്ന് രാത്രി ഈ പ്രദേശത്തെ 4 കരകളിലും ഒരു കലമാൻ ചുറ്റി സഞ്ചരിക്കുന്നത് പലരും കണ്ടുവത്രേ. പിറ്റേ ദിവസം എല്ലാവരും ചേർന്ന് ദേവപ്രശ്നം നടത്തി. ദേശരക്ഷയ്ക്കു വേണ്ടി ദേവി നടത്തിയ ആ ഊരുവലത്തിന്റെ സ്മാരകമായി ആണ്ടുതോറും ഉത്സവാരംഭത്തിന് തലേ ദിവസമാണ് താലപ്പൊലി എഴുന്നള്ളത്ത് നടക്കുന്നത്. താലപ്പൊലി ദിവസം മുതൽ മുത്താലിൽ കുടുംബത്തിലെ കന്യകയായ ബാലിക ദേവിയുടെ പ്രതിപുരുഷയായി ഗ്രാമം ചുറ്റുന്നു.
ദേവിയുടെ പ്രതിപുരുഷയായ ഈ ബാലികയെ കന്യാവ് എന്നാണ് വിളിച്ചു വരുന്നത്. കന്യാവ് മുത്താലൽ കുടുംബത്തിലെ ബാലികയായിരിക്കണമെന്ന് നിശ്ചയമുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ നറുക്കെടുപ്പിലൂടെ ക്ഷേത്രം മേൽശാന്തിയാണ് അമ്പലം നിൽക്കുന്ന കരയിലെ ബാലികമാരിൽ നിന്നും കന്യാവിനെ തിരഞ്ഞെടുക്കുന്നത്. 7 ദിവസത്തെ വ്രതമെടുത്ത ശേഷമാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ബാലികയെ കന്യാവായി എഴുന്നള്ളിക്കുന്നത്. എഴുന്നള്ളിപ്പിന് മുത്താലിക്കാർ വടിയുമായി മുന്നിൽ നടക്കണമെന്നും പാണൻ വഴി കാട്ടണമെന്നുമാണ് ചിട്ട. എഴുന്നള്ളിപ്പിന് ജീവിത കലമാൻ കൊമ്പായിരിക്കണമെന്നും ചിട്ടയുണ്ട്. വൈകിട്ട് പാണൻ തെങ്ങെഴുത്തെന്ന വീട്ടിൽ നിന്ന് കരിമീൻ കറി സഹിതം ഊണ് കഴിച്ച് തെങ്ങെഴുത്തുകാരുടെ കുമിളയുമായി ചെണ്ട കൊട്ടി ക്ഷേത്രത്തിൽ വരുന്നു. കുമിള ക്ഷേത്രത്തിൽ സമർപ്പിച്ച് മേൽശാന്തി കലമാൻ കൊമ്പിൽ ദേവിയെ ആവാഹിച്ച് കന്യാവിനെ കൊണ്ട് ഒരു വശത്ത് പിടിപ്പിച്ച് എഴുന്നള്ളത്ത് തുടങ്ങുന്നു. എഴുന്നള്ളത്തിന് മുമ്പായി പാണൻ ചെണ്ടയുമായും മുത്താലിക്കാർ വടിയുമായും സഞ്ചരിക്കുന്നു. പനക്കത്തോടിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവം കൊടിയേറ്റ് മുതൽ ആരംഭിച്ച് മേടമാസത്തിലെ ഉത്രത്തിന് അവസാനിക്കുന്ന വിധത്തിലാണ് നടക്കുന്നത്. കന്യാവിനെ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള താലപ്പൊലിക്ക് പുറമെ ഗജമേള, വാഹന ഘോഷയാത്ര എന്നിവയും ദേശക്കാരുടെ ഉത്സവത്തിന്റെ ഭാഗമായി നടന്നുവരുന്നു. ചെറുപൊയ്ക മനയ്ക്കാണ് ക്ഷേത്രത്തിലെ തന്ത്രാവകാശം. നിത്യവും 4 പൂജയാണ് ഇവിടെ. പ്രധാന മൂർത്തിയായ ദുർഗാദേവിയോടൊപ്പം പ്രാധാന്യത്തിലാണ് ഭദ്രകാളി ദേവിക്കും പൂജാ വഴിപാടുകൾ നടന്നുവരുന്നത്. ശാസ്താവ്, നാഗം, മാടൻ, മറുത, യക്ഷി, ഭുവനേശ്വരി എന്നീ ഉപദേവതമാരാണ് പനക്കത്തോടിൽ ദേവീക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. പ്രപഞ്ചത്തിന്റെ ഈശ്വരിയായ ദുർഗാദേവി സർവ്വ ഐശ്വര്യങ്ങളും ചൊരിഞ്ഞ് പനക്കത്തോടിൽ വാണരുളുകയാണ്.